വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൽ 25 മാർക്കിൻ്റെ എക്സാമാണ് ഇത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആഡ് മോർ ലൈൻസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ആഡിങ് മോർ ലൈൻസ് ബൈ ഫില്ലിംഗ് ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ ബോക്സിൽ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ തന്നിട്ടുള്ളത് ഹണി, ലവ്, വേ ടു വിൻ, കെയർ, ഹോപ്പ്, ഡ്രീംസ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏതെങ്കിലും മീനിങ് അറിയാത്തതുണ്ടോ? ഹണി എന്ന് പറഞ്ഞാൽ മധുരം, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, വേ ടു വിൻ വിജയത്തിലേക്കുള്ള വഴി, കെയർ സംരക്ഷണം, ഹോപ്പ് പ്രതീക്ഷ, ഡ്രീംസ് സ്വപ്നങ്ങൾ. അപ്പോൾ നമുക്കിത് വായിക്കാം. എ ഫ്രണ്ട് ഇൻ നീഡ് എന്നുള്ളതാണ് പോമിൻ്റെ പേര്. ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫ്ലവേഴ്സ് ബ്രൈറ്റ് ആൻഡ് സ്വീറ്റ്. എന്താണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്? ഫ്ലവേഴ്സിനെ പോലെയാണ്, വളരെ ബ്രൈറ്റും സ്വീറ്റുമാണ്, വളരെ തിളക്കമുള്ളതും മധുരമുള്ളതുമാണ്. ഓൾവേസ് ദർ എ ജോയ് ടു മീറ്റ്. എന്താണ്? അവരെ എപ്പോഴും കണ്ടുമുട്ടുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ദർ ആർ ഓൾവേസ് ലെൻഡ് എ ഹാൻഡ് ആൻഡ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ്. എന്താണ്? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നവരും ഹെൽപ്പ് ചെയ്യുന്നവരുമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്തെഴുതാം? ഫ്രണ്ട്സ് ആർ ലൈക്ക്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്തുപോലെയാണ്? ഡ്രീംസ്. അവിടെ നമുക്ക് ഡ്രീംസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ പോലെയാണ്. ദെൻ ആൻഡ് ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ലവ് ആൻഡ് ഹോപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ലവ് ആൻഡ് ഹോപ്പ്. ഇവർ സ്നേഹവും അതുപോലെ തന്നെ പ്രതീക്ഷയുമാണ്, അല്ലെങ്കിൽ സ്നേഹവും കെയറുമാണ്. ഇത് രണ്ടും നമുക്ക് എഴുതാവുന്നതാണ്. ഓൾവേസ് ദർ അവരെന്താണ്? എപ്പോഴും എന്താണ്? വേ ടു വിൻ. അവർ വിജയത്തിലേക്കുള്ള വഴിയാണ്, വേ ടു വിൻ. അപ്പോൾ അവിടെ വേ ടു വിൻ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എങ്ങനെ വായിക്കാം? ഫ്രണ്ട്സ് ആർ ലൈക്ക് ഡ്രീംസ്, ലവ് ആൻഡ് ഹോപ്പ്, ഓൾവേസ് ദർ എ വേ ടു വിൻ, ഷെയറിങ് സീക്രറ്റ്സ്, തോട്ട്സ് ആൻഡ് ഫൺ, അവർ ഫ്രണ്ട്ഷിപ്പ് ഷൈൻസ് ലൈക്ക് ദ സൺ. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് കോൺവെർസേഷൻ ആണ്. ഡു യു റിമെമ്പർ ദ ഗിഫ്റ്റ് ഗിവൺ ബൈ സാഷ ആൻഡ് നെവീൻ ടു കവിത. സാഷയും നെവീനും കൂടെ കവിതയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, നമ്മൾ പഠിച്ച സ്റ്റോറിയാണ്. കവിതാസ് മദർ എൻറ്റേർഡ് ദർ. അപ്പോൾ ആ സമയത്താണ് കവിതയുടെ മദർ അങ്ങോട്ട് വന്നത്. ഷീ വാണ്ടേഡ് ആൻഡ് ആസ്ക്ഡ് കവിത അബൌട്ട് ദ ഗിഫ്റ്റ്. അപ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലൊരു ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും നമ്മളോട് ചോദിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ കവിതയുടെ അമ്മയും ചോദിച്ചു ഗിഫ്റ്റിനെ കുറിച്ചിട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് കവിത. അപ്പോൾ മദറും കവിതയും നടക്കാനിടയിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? മദർ ചോദിക്കുകയാണ്, കവിത വാട്ട് ഈസ് ദാറ്റ്? ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കവിത എന്താ പറയുക? ദിസ് ഈസ് എ ഗിഫ്റ്റ്. ഓക്കെ, ദിസ് ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയും അല്ലേ? ദിസ് ഈസ് എ ഗിഫ്റ്റ്. ഇതൊരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ മദർ ചോദിക്കുകയാണ്, ഹൂ ഗേവ് യു ദിസ്? ആരാണ് ഇത് നിനക്ക് തന്നത്? അപ്പോൾ എന്താ പറയുക? സാഷ. ആരാ തന്നത്? സാഷ ആൻഡ് നവീൻ. നവീൻ ഗേവ് ദിസ്. സാഷയും നവീനും ഇതെനിക്ക് തന്നു. അപ്പോൾ മദർ എന്തോ ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. ആൻസർ ദേ ആർ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ. ആ സ്കൂളിലെ സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും മദർ ചോദിക്കുന്നുണ്ടാവുക? ആരാണ് അവരല്ലേ? ഹൂ ആർ ദേ? അവർ ആരാണ്? ഹൂ ആർ ദേ? അവർ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയും? ദേ ആർ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ. അവർ സ്കൂളിലെ കുട്ടികളാണെന്ന് പറയും. മദർ പറയാണ് ഓക്കെ ദാറ്റ്സ് ഫൈൻ. ഓക്കെ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഇതാണ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്തരത്തിലൊരു കോൺവെർസേഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കിയിട്ട് എഴുതുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി തോട്ട്സ് ആണ്. സാഷാസ് തോട്ട്സ്. സാഷ റീച്ച്ഡ് ഹോം. സാഷ എന്താണ്? വീട്ടിലെത്തി. ആഫ്റ്റർ ഹെർ ഡിന്നർ ഷീ വെൻറ്റ് ടു ബെഡ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടി പോയി. ബട്ട് ഷീ കാൺട്ട് സ്ലീപ്പ്. പക്ഷെ എന്താണ്? അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹെർ മൈൻഡ് ഈസ് ഫുൾ ഓഫ് അബൌട്ട് കവിത. അവളുടെ മൈൻഡിൽ ഫുള്ള് കവിതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. റൈറ്റ് കവിതാസ് തോട്ട്. ആ കവിതയുടെ തോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രസ് ഓഫ് ദാറ്റ് പുവർ ഗേൾ, ഹെർ മദർ, ഹൗ പുവർ ഷീ ഈസ്, ബേബി. ഇതൊക്കെയാണ് അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെയാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അപ്പോൾ എന്തെഴുതാം? നമുക്ക് ആദ്യം എഴുതാം ദാറ്റ് ഗേൾ ഈസ് അല്ലേ? ദാറ്റ് ഗേൾ
ഈസ് വെരി പുവർ. ആ കുട്ടി വളരെ പാവപ്പെട്ട കുട്ടിയാണല്ലേ. ഷീ ഈസ് ലിവിങ് ഇൻ എ സ്മോൾ ടെൻറ്റ്. അവൾ ഒരു ചെറിയ ടെൻറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ എഴുതാം ഹെർ യങ്ങർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ എ എവിടെയാണ് ഇൻ എ ക്രാഡിൽ അല്ലേ. ദെൻ ഷീ സാങ് എ സോങ് ദാറ്റ് ആസ് എ ബ്യൂട്ടിഫുൾ വൺ. ദെൻ പിന്നെ എന്തെഴുതാം ദാറ്റ് ക്രാഡിൽ എവിടെയാണ് ദാറ്റ് ക്രാഡിൽ ഈസ് ടൈഡ് ഇൻ എ ബിഗ് ട്രീ. ഐ ലൈക്ക് ഹെർ വെരി മച്ച്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ തോട്ട്സ് അവിടെ എഴുതാം. സാഷ എന്തൊക്കെയാണോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കുറിച്ചിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് പോലെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഫോർത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് കൂട്ടുകാരെ? ഒരു സൂ ആണല്ലേ, ഒരു സൂ ആണ്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, ഒരുപാട് എനിമൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു ചെറിയ പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. റെഡിയാണോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ദിസ് ഈസ് എ സൂ. ഫസ്റ്റ് തന്നെ ദിസ് ഈസ് എ സൂ. There are a lot of animals. Then and a lot of people. ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ദെൻ ഏതൊക്കെ എനിമൽസ് ഉണ്ട്? Animals like elephant, zebra, giraffe and lion. Then people are enjoying with animals. This is a beautiful picture. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾ എന്ത് പിക്ചറാണ് തന്നിട്ടുള്ളത് അവയെ കുറിച്ചിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് വേർഡ് പസിലാണ്. ഓക്കെ, വേർഡ് പസിൽ ആദ്യത്തേത് എക്രോസ് ആണ്. എക്രോസ് ആയിട്ട് ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്? സംതിങ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്താ പറയുക? നമ്മൾ പറയുക? എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. സർപ്രൈസ് എന്നാണ് പറയുക. അപ്പോൾ സർപ്രൈസ് നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. സർപ്രൈസ്. ഓക്കെ, കറക്റ്റ് ആണല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംതിങ് ഗിവൺ ഫ്രീലി. നമുക്കൊരാൾ ഒരു സാധനം ഫ്രീ ആയിട്ട് തരികയാണ്. അതിന് നമ്മൾ എന്താ പറയുക? ജി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുക. ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ്. ദെൻ തേർഡ് വൺ, എ പേഴ്സൺ ഹൂ ടീച്ച്. നമ്മൾ ആരാണ് ടീച്ച് ചെയ്യുന്നത്? ടീച്ചറാണല്ലേ. അപ്പോൾ TEACHER, ടീച്ചർ. അപ്പോൾ അതും കഴിഞ്ഞു. ദെൻ എ സൗണ്ട് ദാറ്റ് ഈസ് റിപ്പീറ്റായിട്ട് സൗണ്ട് വരുന്നതിന് നമ്മൾ എക്കോ എന്നാണ് പറയുക. എക്കോ. ദെൻ
നെക്സ്റ്റ് വൺ ഡൗൺ ആണ്. ഹൂ മേക്സ് അവർ എർത്ത് ഗ്രീൻ? ആരാണ് നമ്മുടെ എർത്ത് ഗ്രീൻ ആക്കുന്നത്? ട്രീ ആണ്. ടി ഇവിടെ ഉണ്ട്. 6 ഇ, ഒരു ഇ അവിടെ ഓൾറെഡി ഉണ്ട്. എ പ്ലേസ് വേർ ഫുഡ് ഈസ് പ്രിപ്പയർഡ്? എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക? കിച്ചണിലാണല്ലേ. അപ്പോൾ കിച്ചൺ എന്നിവിടെ ഉണ്ട്. സി എഴുതുക, ഇ എഴുതുക, എൻ, കിച്ചൺ. ഓക്കെ. ദെൻ കളർ ഓഫ് ഗ്രാസ് ഏതാണ്? ഗ്രീൻ ആണ്. അപ്പോൾ ജിയും ആറുണ്ട്. ഇ എൻ, ഗ്രീൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.